ഹായ് ഡിയേഴ്സ്, വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വരുന്ന ടൈമിൽ ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അതിലേക്ക് ഞാനിപ്പം ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 2 പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്